ഇന്നത്തെ മോർണിംഗിന് ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരിക്കുന്നതാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് സ്പെഷ്യലായിട്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ. ബട്ട് സ്പെഷ്യൽ ആള് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഒരു സർപ്രൈസ് ഗസ്റ്റ് കൂടെ ഉണ്ട്. ഇവിടുത്തെ ഡാഡി വന്നല്ലോ നമ്മുടെ. സോ ഇന്നത്തെ ഒരു ചേഞ്ച് ആവാന്ന് വിചാരിച്ചു. സോ ഇന്ന് റെഡി ആയിട്ട് ഇറങ്ങുന്നത് ഒരു ട്രഡീഷണൽ ലുക്കിലാണ്. സോ ഓൾവേസ് വി യൂസ് ടു ഗെറ്റ് റെഡി ഇൻ മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഓർ കാഷ്വൽ ഔട്ട്ഫിറ്റ്സ്. ഇന്നപ്പോൾ ഇതിനൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് വിസിറ്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. സോ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാണ്. ടാരുവിനെ ആദ്യമായിട്ട് ഞങ്ങൾ തനിയെ ഇരുത്തി പുറത്തേക്ക് കൊണ്ടുപോവാണ്. സോ അതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്രയായിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഐറ്റംസ് ഒക്കെ അതിന് എക്സ്ട്രാ പ്രിക്കോഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് കൂടെ ഞാൻ വഴി കാണിച്ചു തരാം. യെസ്, ദിസ് ഈസ് ഇറ്റ്. ഫൈനലി വി ഗോട്ട് ഇറ്റ്. ഏറ്റവും കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു കാർ സീറ്റർ നോക്കി നടക്കായിരുന്നു. അതെ, നമ്മുടെ ലൂപ്പി ലാബ് കാർ സീറ്റർ ആണ് കേട്ടോ ഇത്. ടാറ്റയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവും വഴിയെ. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടിരിക്കുന്നതിന്റെ അർത്ഥവും അത് തന്നെയാണ് കേട്ടോ. ടാറ്റ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾക്ക്. Ponnu is very safe. Ponnu is comfortably sitting. Yes. ഇവിടെ ടാറ്റ കൊടുക്കല് കഴിഞ്ഞിട്ടില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ വെച്ചാ ക്യാബിൻ ക്രൂ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കൺട്രിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണാം ഓരോ ബേബീസ്, കുഞ്ഞു ബേബീസ്, അതായത് ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ബേബീസ് വരെ കാർ സീറ്ററിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതെനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു കുട്ടികൾ എല്ലാവരുടെയും ഇത് കാർ സീറ്റർ മസ്റ്റ് ആണ് എന്ന് ഞാൻ പിന്നെ അറിയാൻ പറ്റും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഇതിന്റെ സീരിയസ്നെസ് എന്നുള്ളത്. പ്രൈസ് നോക്കിയിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ആളിരിക്കുന്നത് കേട്ടോ. ഭയങ്കര കംഫർട്ട്. ഇതിന്റെ കുഷൻ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര എന്താ പറയാ, നല്ല പഞ്ഞിയായിട്ടിരിക്കുന്ന കാർ സീറ്റ്. ആക്ച്വലി തന്നെ ആളെ പുറകിൽ ഇരുത്തിയാലും പേടിക്കേണ്ട കാര്യമില്ല, സേഫ് ആയിട്ടിരിക്കട്ടെ. പക്ഷെ എനിക്കൊരു സങ്കടം പോയപ്പോ ഇതിന്റെ ഫീച്ചേഴ്സ് കണ്ടതിട്ട് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് ഇഷ്ടമായത് വാങ്ങിക്കാനായിട്ട്. അതിന് കൂടുതലായിട്ടും സൈഡ് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, 360 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്. ആണോ? സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആളിറങ്ങി അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ആളിറങ്ങിയത് കേട്ടോ. ഇത്രയും ഹമ്പില് ചാടിയിട്ട് പോലും ആളിതൊന്നും അറിയുന്നില്ല കേട്ടോ. ഇത്രയും ബെസ്റ്റ് ഡിസിഷൻ എവർ. ബെസ്റ്റ് ഡിസിഷൻ. സാധാരണ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ഇത്രയും ഇങ്ങനെ ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് പറയാറുള്ളൂ. കാരണം ബേബിക്ക് ഭയങ്കര എന്താ പറയാ കംഫർട്ടബിളും ആൾക്കത് ഭയങ്കരമായിട്ട് ആളെ റിലാക്സ്ഡ് ആക്കുന്ന ഒരു സീറ്റാണിത്. അതാണ് എനിക്കത് ഇത്രയും ഇഷ്ടപ്പെട്ടത്. വേറൊരു കാര്യം കൂടിയാണ്, ഇനിയിപ്പോൾ ഈ കാർ സീറ്ററിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് പെർഫെക്റ്റ് ഫിറ്റ് ആണ്. ഐസോഫിക്സിലും അതുപോലെ തന്നെ നോൺ ഐസോഫിക്സിലും വർക്ക് ആവും. ആണോ? കപ്പ് ഹോൾഡറും ഉണ്ടല്ലോ. കപ്പ് ഹോൾഡർ ഉണ്ട്, ഫിക്സ് ചെയ്യാം. ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ നമ്മുടെ ബേബീസിന്റെ വാട്ടർ ബോട്ടിൽസ്, ഇനി അതല്ല ഫീഡിങ് ബോട്ടിൽസ്, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ? ഇങ്ങനെ പുള്ള് ചെയ്യാം, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാം. വാവ്, 360 ഡിഗ്രി റൊട്ടേഷൻ. സോ ബേബീനെ നമുക്ക് കുഞ്ഞ് ഏജിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അല്ലേ വെക്കാൻ പറ്റാം. ഇങ്ങനെ ഇരുത്താം, ഇങ്ങനെ വെച്ചിട്ട് ഇരുത്താൻ പറ്റും. റിക്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഇവിടെ തന്നെ പുള്ള് ചെയ്താൽ മതി. പുള്ള് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ സൈഡ് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബേബിക്കുള്ള ബേബി സീറ്റ് ബെൽറ്റ്, അതും എക്സ്ട്രാ കുഷ്യൻഡ് ആണല്ലേ? എക്സ്ട്രാ കുഷ്യൻഡ് ആണ്. സോ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഒരിക്കലും ബേബിയുടെ മേത്തുനിന്ന് സ്ലിപ്പായിട്ട് പോകത്തില്ല. ഒരിക്കലും ഗ്രിപ്പ് ഉണ്ട്. ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ട്
ഇവിടെ തന്നെ ഇരുന്നോളും, സേഫായിട്ട് ഇരുന്നോളും. സിമ്പിളായിട്ട് ലോക്കിംഗ് സിസ്റ്റം ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അതിനുശേഷം നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിപ്പ് ചെയ്തിട്ട് ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്നിട്ട് കുട്ടീനെ ഇരുത്തിയതിന് ശേഷം നമുക്കിതിങ്ങനെ പുള്ള് ചെയ്താൽ മതി. ഇതിൽ ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഓക്കെ, ദ സെയിം ടൈം ഇവിടെ നോക്ക്, ഇവിടെ കാണുന്നുണ്ടോ, ഇവിടെ പുഷ് ചെയ്യണം. ഇവിടെ പുഷ് ചെയ്യുമ്പോൾ ദ സീറ്റ് ബെൽറ്റ് നമുക്ക് ഇതുപോലെ സ്ലാക്കൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് ഹെഡ് റെസ്റ്റ് 11 ലെവലിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുണ്ടോ 11 പൊസിഷൻ അല്ലേ, ഇത്രയും ഹൈറ്റിൽ വയ്ക്കാം. അപ്പം കുട്ടി മുതിർന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ, വലിയ കുട്ടികൾക്കും ഇരിക്കാൻ പറ്റും. വലിയ കുട്ടികൾക്കും ഇരിക്കാൻ പറ്റും. പുള്ള് ചെയ്യാം, ജസ്റ്റ് വലിക്കുക. ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അവിടെ തന്നെ, ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിക്കോളും. സോ ഐസോഫിക്സ് ഫിക്സ് ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ്, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി എന്നല്ലേ. ഉണ്ടോ, ഓക്കെ. നമുക്ക് ലെങ്ത് നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിപ്പോ മാക്സിമം ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. ലോക്കായി. സോ ഇറ്റ് ഈസ് ലോക്ക് നൗ. സോ ഐസോഫിക്സ് ഇങ്ങനെ പോരില്ല, ഇങ്ങനെ ഫിക്സ് ആയിക്കോളൂ അല്ലേ. സെയിം ടൈം ഇനി നോൺ ഐസോഫിക്സ് ആണെങ്കിലോ നമുക്ക് സീറ്റ് ബെൽറ്റ്സ് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നല്ല സീറ്റ് ബെൽറ്റ് എടുക്കണം അല്ലേ. നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഓ, ഇറ്റ് ഈസ് ടേക്കിംഗ് ഫ്രം ഇൻസൈഡ്. യാ, ഗുഡ്, കിട്ടി. അവിടെ ക്ലിപ്പ് ചെയ്തോളൂ. We can buckle it here. ഇതാവുമ്പോ ബേബിക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല സീറ്റ് ബെൽറ്റിന്റെ അല്ലേ, കുഷിന്റെ അടിയിൽ കൂടെ പൊക്കോളും. സോ കാർസിന് ആക്ച്വലി ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇല്ലാത്തവർക്ക് സീറ്റ് ബെൽറ്റിൽ കാറിലുള്ള ബാക്ക് സീറ്റ് വെച്ചിട്ടും നമുക്ക് ഈ സീറ്റ് വെക്കാൻ പറ്റും. ഇതിപ്പോ ഐസോഫിക്സും കൂടി ഉണ്ടെങ്കിൽ ഡബിൾ സേഫ്റ്റി ആയി. ഒട്ടും സേഫ് ആയിട്ടിരിക്കും. അപ്പം ഇത് ഇച്ചിരി ഒന്ന് റിക്ലൈൻ ചെയ്ത് വെച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് അവൾക്ക് ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ടിരിക്കാലോ. ഓക്കെ, സ്ലൈറ്റ്ലി ഒന്ന് റിക്ലൈൻ ആയിട്ടിരിക്കും, നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഇപ്പം റിക്ലൈൻ ആക്കി വെച്ചാൽ മതി. ഓക്കെ, ഞാൻ പഠിച്ചു, താങ്ക് യു. ഇനി നീ ഇല്ലെങ്കിൽ ഞാനിത് സെറ്റ് ചെയ്തോണ്ട്. ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ലിങ്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് അയച്ചു തരാം, ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, ലൂപ്പി ലാബ് കാർ സീറ്റർ എന്തായാലും ഇത്രയ്ക്കും അടിപൊളിയാണ്. എത്ര ട്രാവൽ ചെയ്തിട്ടും നമുക്ക് ആ ഒരു ടെൻഷനേ വേണ്ട. ഇതെന്തായാലും പർച്ചേസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ്. ഞാൻ കീപ്പ് ഓൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴേ താരം എഴുന്നേക്കുന്നതെന്ന് അറിയില്ല. ഓൺ ദ വേ നമുക്ക് നോക്കാം എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താണ് റിയാക്ഷൻ എന്നുള്ളത്. സാധാരണ ഞാൻ ഏച്ചാനകത്ത സമയത്ത് പണ്ട് പുറത്തു പോയോണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എവിടെ ഇരുത്തും, കാർ സീറ്ററിൽ ഇരുത്തിയ ആള് കംഫർട്ടബിൾ ആയിരിക്കും തനിയെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി എന്നാലും എനിക്ക് ആ ടെൻഷൻ ഇല്ല. തന്നെ ഇരുത്തിയിട്ട് ഇപ്പം എനിക്ക് ഡ്രൈവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആള് സേഫ് ആയിട്ടിരുന്നോളും. എക്സ്ട്രാ കുഷ്യൻസ് ഉണ്ട്. അതാണ് ഞാൻ കുറെ പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നത്. അതാണ് ആളറിയണില്ല, ആള് നല്ല സുഖമായിട്ട് പറയുന്നത്. ഇത്രയും വളവും തിരിവും ഹമ്പും ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. ആൻഡ് ഇന്നലെ രാത്രിയാണ് ഇച്ചായന് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആള് നല്ല ടയേർഡാണ് അല്ലേ. രാത്രിയാണ് മുംബൈത്തെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫ്രീ ആയി നമ്മൾ ഇങ്ങനെ എത്തി എന്ന് പറയാൻ പറ്റില്ല. ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഇതിന്റെ പുറകെ. അപ്പൊ എന്തായാലും ഒരു 1 മന്തോളം ഓൾമോസ്റ്റ് നാട്ടിലുണ്ടാവില്ലേ. ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊന്ന് കവറപ്പ് ചെയ്യാനുണ്ട്. നോക്കി
നമ്മളങ്ങനെ എത്തിയപ്പോഴത്തേക്കും എന്തായാലും ടാരു എഴുന്നേറ്റിട്ടുണ്ട്. ഇനി കുറച്ച് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇനി ബാക്കിയൊക്കെ ഈവനിങ്ങിലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വീണ്ടും തിരിച്ചു വരുന്ന വഴിക്കും ആൾ നല്ല ഉറക്കമായിരുന്നു. ഉറക്കവും കളിയും ചിരിയും ഇതൊക്കെ തന്നെയായിരുന്നു. വാശിയോ കരച്ചിലോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ട്രിപ്പ് എന്തായാലും ഭയങ്കര കംഫർട്ടബിൾ, സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് കഴിഞ്ഞു കേട്ടോ. സ്റ്റഡി റൂമിൽ എന്തൊക്കെയാണെന്ന് പരിപാടി? സ്റ്റഡി റൂമിൽ ടാരുവിന്റെ ടോയ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടല്ലേ പോയിരുന്നേ. ഇതൊക്കെ നീ അൺബോക്സ് ചെയ്യുന്ന പരിപാടിയാണ്. കുട്ടിക്ക് ഇതൊക്കെ നിനക്ക് വാങ്ങിച്ചോണ്ടതാ. ഇതെന്താ സംഭവം? ഇത് ഓടോ? നിലത്ത് വെച്ചാലേ ഓടുള്ളൂ. സൗണ്ട് ഇല്ലാണ്ട് കാണിക്കുന്നു. എടാ ഇത് നമ്മള് കളിക്കാറായോ? ഇത് അത് വെറുതെ വാങ്ങിയതാ, കുറച്ച് കഴിയുമ്പോ ആവുമല്ലോ. ഇതിപ്പോ പൊട്ടിക്കണ്ടേ? പിയാനോ ഓൾറെഡി വന്നപ്പോ തന്നെ പൊട്ടിക്കാറുണ്ട്. ഇതെല്ലാം കൂടെ മറ്റേ റീചാർജ് ബാറ്ററി ഉണ്ടോ? ഇത് ഇനി മേളിലേക്കാണോ പറക്കുന്നത്? ചാർജില്ല. ഡാഡി പണ്ട് പിയാനോ വായിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞു. ഇത് കിട്ടിയോന്ന്. ഓക്കെ, കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ട്. പേടിക്കണ്ട, ചാർജ് ചെയ്യണം. ശരിക്കും കിട്ടി. അമ്മയ്ക്ക് എന്നിട്ട് കൊണ്ടുവന്നേ ഒരു സാധനം എന്താന്ന് ഞാൻ പറയാം. പേട. പേട ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാണ്. ഇനി ഉണ്ട് മോനെ, മോൻ വിഷമിക്കണ്ട. മോന് ഒരു കവർ നിറച്ചല്ലാണ്ട് വേറെ വണ്ടി എന്തൊക്കെ കൊണ്ടുവന്നേക്കണേ നോക്കുക. ഒരു കവർ നിറച്ച് ടോയ്സ്. ഇതെന്തോന്നാ? അതിലേക്ക് എയർ നിറയ്ക്കുന്നതാണോ? അല്ലല്ല, ഇതിൽ വെള്ളം നിറച്ച വെള്ളവും വരും. ഇങ്ങനെ പൊങ്ങി സ്മോക്കൊക്കെ. ഇതൊക്കെ അതോ ലാപ്ടോപ്പ്. അവർക്ക് ഇതൊന്നല്ല വേണ്ട. അവർക്ക് ഇങ്ങനെയുള്ള കാർഡ്ബോർഡ് ബോക്സസ്, കവേഴ്സ്, വേസ്റ്റിനെ നമ്മൾ കളയുന്ന എല്ലാ സാധനവും അവർക്ക് ആവശ്യമുണ്ട്. എത്ര എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ്, ടോയ്സ് ഒക്കെ കൊടുത്താലും അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിനക്കുള്ളത് അതിങ്ങനെ കുത്തി കളിക്കുന്നത് കണ്ടോ? ലെറ്റ്സ് പ്ലേ എന്നാ പറയുന്ന. Flight attendant. Flight attendant. എന്റെ തലയിൽ അത് മാത്രമേ വരുള്ളൂ. ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊന്നും നോക്കാണ്ടാണല്ലേ കൊച്ചിന് വാങ്ങിച്ചത്. അവസാന നിമിഷത്തിൽ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ തോന്നുന്നു ഇതെല്ലാം വാങ്ങിയിട്ട് അത് മാറ്റിക്കോളാം. എനിക്കൊന്നും കണ്ടില്ലേ? ടാങ്കിൾ ഫോട്ടോ എടുക്കാൻ തമ്മിലൊക്കെ ഇടുമ്പോ എഡിറ്റ് ചെയ്തെന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വൽ ഫ്രെയിം, ആക്ച്വൽ ബ്രൗൺ റെക്ടാങ്കിൾ ഫ്രെയിം. യെസ്.
ഇനി വേണോ? വേറെ ഉണ്ട്, ഓവൽ ഷേപ്പ് ഉണ്ട്, വയലറ്റ് കളർ. താരോ നിന്റെ ഓവൽ ഷേപ്പ് ആണോ നോക്കട്ടെ. അച്ഛോ ഇട്ടിട്ടുണ്ട് മോൾ. സ്ക്വയർ, ബ്ലൂ സ്ക്വയർ. നീ ബോയ് ആയിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ. പക്ഷെ നീ ഫീലുകളാണല്ലോ. ട്രയാങ്കിൾ പിങ്ക്. സ്റ്റാർ. Yes, but good. I hope you managed to get a drink or something. Good. Good. Have a look at the old barrow. പോയി പഠിച്ചോ. I want you to think about ഞങ്ങൾ പോകുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യരുത്. സോ ഇനി കുറച്ച് കഴിഞ്ഞാൽ dangerous weather events, and it's not safe for a vessel of this type to be going through. let's go. Through it. Captain Davidson, in an email to management, stating the Elfara will transit the Old Bahama Channel en route to San Juan Perdora offshore run. End quote. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ചായ കുടിക്കാനായിട്ട് ഇവിടെ ബ്രേക്ക് ടൈമായി. എത്ര മിനിറ്റ് വെച്ചാ ബ്രേക്ക് ടൈം? സോറി, ഇത് ഡിന്നർ ടൈമാണ്. അപ്പൊ കുറച്ച് പാല് വാങ്ങിട്ട് വേണം, എണ്ണ വാങ്ങിട്ട് വേണം. താര ഈസ് ഓൾവേസ് ബിസി വിത്ത് പേപ്പർ. അത് അമ്മാമ്മയുടെ മരുന്ന്. മോന് വേണ്ട, അത് വേണ്ട, അത് വാങ്ങിച്ചേക്ക് വെച്ചോ. അവൻ കീ എടുത്തില്ലേ, അതാണ് ടാറ്റ കൊടുത്തത്. ടാറ്റേ കണ്ട ആ കീ അവിടെ നിന്ന് എടുത്താൽ കറക്റ്റ് അവക്കറിയാം അത് ടാറ്റ പോവാനാന്ന്. ഇത് എവിടെ നിന്ന് ടാറ്റ എല്ലാം മനസ്സിലാക്കി. വണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. എവിടെ? ടാരുന്റെ വണ്ടി, ബൈക്ക്, ടാരുന്റെ കുഞ്ഞു വണ്ടി അവിടെ. ഇത് ഡാഡി കൊണ്ട ഒരു ടോയിലുള്ള ഒരെണ്ണം. നോ കാലായിട്ട് പിടിച്ചോ. സ്റ്റിയറിംഗ് തിരിക്കി. ഇവിടെ നമുക്ക് തിരിയാൻ ഇച്ചിരി പാടുണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെ കൊടിച്ചുകൊണ്ടല്ലോ കേട്ടാ. ട്രൈ തിരിക്കണം. യെസ്, പേടി മാറി. ഈ രണ്ട് കാല് വെച്ചിട്ടാ പോണ്ടത്. ഇതിങ്ങനെ കാലേറ്റ് വെച്ചിരിക്കണ എന്തായിരിക്കുന്നത്. ഓക്കെ, ബോറടിച്ചു. ഇതെന്തിനാ ഇത്? ഓക്കെ, ബൈ. ടാറ്റ. She's very scared of lizards. ഞാൻ ഇഷ്ടപ്പെട്ടില്ലത്. സോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ഇനി ജസ്റ്റ് ഒരു ഈവനിങ് ഔട്ടിങ് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. ബിക്കോസ് എനിക്ക് തന്നെ അറിയാം, ഞാൻ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. എന്നിരുന്നാലും ലോങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ടേക്സ് ഓൾമോസ്റ്റ് മിനിമം 15 to 20 minutes എ ഫുൾ ഡേ. അതുകൊണ്ട് തന്നെ അതിനുള്ള ടൈം കിട്ടാറില്ല. ഇനിയിപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യും, പിന്നെ ടൈം കിട്ടാണ്ടാകുമ്പോൾ ആ ഡേ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാറുമില്ല. വിച്ച് ഞാൻ വന്നത്തെ ഫസ്റ്റ് ഡേ എന്തായാലും ഞാൻ ഓർത്തു ഒന്ന്
ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന്. കാരണം കുറേ പേര് കമൻസിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് എവിടെ പോയിച്ചാൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ആളുടെ ട്രെയിനിങ്ങിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് 3 months മുംബൈയിലായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ 1 മാസം നാട്ടിലുണ്ടാവും. എഗെയിൻ അടുത്തൊരു കാര്യത്തിനായിട്ട് പോവുകയാണ്. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. സോ ടിൽ ദെൻ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ടാരുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ടാരുവിൻ്റെ കാര്യമാണ് നിങ്ങൾ പിന്നെ കുറേയൊക്കെ എന്നോട് ചോദിക്കാറ് എത്ര മാസമായി എന്നൊക്കെ. ഇപ്പോൾ 10 months ആയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ഈ വർഷത്തെ സ്റ്റാർട്ട് ചെയ്തു. ക്യാബിൻ ക്രൂ സ്റ്റുഡൻസിനുള്ളതും ഗ്രൗണ്ട് ക്രൂവിനുള്ളതൊക്കെ. അപ്പം അതിൻ്റെ നല്ല തിരക്കാണ്. അതാണ് മെയിൻ. അക്കാഡമിയിലെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ. ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് വളരെയധികം കുറവായിട്ടും പിന്നെ കിട്ടുന്ന ടൈമിലൊക്കെയാണ് ഷോർട്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ ഓൾവേസ് വിത്ത് അക്കാഡമി ആൻഡ് ഓൾ. അഡ്മിഷൻ പ്രൊസീജിയേഴ്സും പിന്നെ അവരുടെ പ്ലേസ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഫുൾ ടൈം ബിസി ആയിരിക്കും. സോ ഇന്നാണ് എനിക്കൊന്ന് ഫാമിലി ടൈം കിട്ടിയതും ഒന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ. സോ എന്തായാലും ഇന്നത്തെ ഒരു പാർട്ട് ഏകദേശം കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷായി റെഡിയായി ജസ്റ്റ് ഒരു നൈറ്റ് ഔട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വന്നിട്ട് ഒന്ന് ഒരുമിച്ച് ഞങ്ങൾ പുറത്ത് പോകാൻ കിട്ടുന്നൊരവസരം. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്പം നാട്ടിലുള്ള ഈ 1 മാസം ആൾക്ക് ഒരുപാട് ട്രെയിനിങ്ങിൽ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വേറൊരു റൂം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അവിടെയാണ് ആളിപ്പോൾ ഫുൾ ടൈം. ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയൊക്കെയുണ്ട്. അപ്പം എന്തായാലും ഇപ്പം അതിൽ നിന്നൊരു ഫ്രീ റിലാക്സ് ടൈം ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കുറച്ച് ട്രെയിനിങ് സെഷൻസ് ആളുടെ തീർന്ന കാരണം കൊണ്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ റെഡിയായി പുറത്ത് പോവാം. വിളിച്ചാടാ. എവിടേക്ക് ആദ്യം ഇറങ്ങിയാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ടാരുവിനൊന്ന് സ്റ്റിയറിംഗ് പിടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കണക്കിന് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. എല്ലാവരെയും നോക്കി വീക്ഷിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് ഒന്നും ടാരു പോവില്ല കേട്ടോ. ഡെയിലി കാണുന്ന ഫേസ് മാത്രമാണ് ആൾക്ക് ഭയങ്കരമായിട്ട് സേഫായിട്ട് തോന്നാറുള്ളൂ. ബാക്കി ആര് വിളിച്ചാലും പോവില്ല കേട്ടോ. എന്നാലും പുറത്തിറങ്ങുമ്പോൾ അതിപ്പോൾ ഈ ചിരിക്കുന്നത് കളിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒന്ന് കൈ കാണിച്ചാൽ പോലും ആരുടെ കയ്യിലോട്ട് പോവില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ടാറ്റ പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ചാടിത്തുള്ളി ഇറങ്ങിക്കോളും. പിന്നെ അങ്ങോട്ടേക്കുള്ള കാര്യം ചിന്തിക്കാറില്ല എന്ന് മാത്രം. ഇന്നത്തെ ഡേ എന്തായാലും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്തായാലും ഇവിടെ കുറച്ചു നേരം കൊണ്ട് വൈൻഡപ്പ് ചെയ്യൂ കേട്ടോ. Good night. So until next video, bye bye. Bye. Tata. 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 Or comment. Bye guys.